ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക. കൂടാതെ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി നമുക്ക് നോക്കാം. ടെൻ ഓഫ് വാട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് വേദനയിലൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിയാണോ ഓർത്തത് ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനോടകം തന്നെ നിങ്ങൾ നേരിട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു തളർച്ചയിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി എന്താണെന്നുള്ളത്. ഹാങ്ഡ്മാനാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളെ വളരെയധികം തളർത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്ത ഇതിൽ നിന്ന് മുന്നോട്ട് പോകണോ അതോ പിന്നോട്ട് പോകണോ, ഞാൻ എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, അത് അറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സ്റ്റക്കായി പോയ ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി. സിക്സ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് കൂടുതൽ ശ്രമിച്ച വ്യക്തി നിങ്ങളാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹമാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടുതലും നിങ്ങൾ നിക്ഷേപിച്ചതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിവിടെ തിരിച്ചൊന്നും ലഭിക്കാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയത് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി എന്താണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അത് പഠിക്കുവാനും ശ്രമിക്കുന്ന ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ മനസ്സിലാക്കുവാനോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് സങ്കടത്തിലാണെന്നോ എന്നുള്ള ചിന്തകളൊന്നും തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം. പേജ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് വളരെയധികം ആകാംക്ഷയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ടെമ്പറൻസ് കിട്ടുന്നുണ്ട്. അതായത് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ഹീലാകുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾ വളരെയധികം തളർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ വിശ്രമം വേണം. നിങ്ങളുടെ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും വളരെയധികം ഈ ഒരു സമയത്ത് തളർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി നിങ്ങളൊന്ന് നിർത്തുക. ഇപ്പോൾ ഏത് കാര്യത്തിനാണോ കൂടുതൽ പ്രാധാന്യം അതല്ലെങ്കിൽ ഏതിനാണോ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിന് ഈ ഒരു സമയത്ത് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകുവാനായിട്ടാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു രീതി നിങ്ങളിവിടെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു മെസ്സേജും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി. പേജ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കണമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത്
നിങ്ങൾ അടുത്ത സമയത്തായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ പകുതി വെച്ച് അവസാനിപ്പിച്ച വ്യക്തിയാണ്. അത് ജോലിയാണെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അതായത് നല്ല കാര്യങ്ങൾ പകുതി വെച്ച് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ മുൻപ് ചെയ്തതായിട്ടും അത് പകുതിയിൽ വെച്ച് നിങ്ങൾ നിർത്തിയതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കർത്ത എനർജി. ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾ വളരെയധികം സന്തോഷത്തിലാണ്, പുതിയ കാര്യങ്ങൾ തേടി പോകുന്നു. അതുപോലെ തന്നെ ആളിനൊട്ടും തന്നെ നിങ്ങൾ ഏത് വ്യക്തിയാണ് ആലോചിച്ചത് ആ ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ ഒരുപക്ഷെ ആളുടെ പ്രായമുണ്ടായിരിക്കാം, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പക്വതയില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിയെക്കുറിച്ച് അധികമായിട്ട് ചിന്തിക്കേണ്ട. പകരം നിങ്ങൾ ഈ ഒരു ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജിയിലോട്ട് മാറാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഇനി അതെല്ലാം മാറ്റി വെച്ച് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാവാത്ത കാര്യങ്ങൾ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിർത്തുക. പകരം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ഈ ഒരു സമയത്ത് മുന്നോട്ട് പോവുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയും കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ. താങ്ക് യു.